പൊതുവേ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ചിന്താഗതിയാണ് ഈ പറക്കുംതളിക എന്നൊക്കെ പറയുന്നത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം മാത്രമാണെന്നുള്ളത്. പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തും ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചിന്തിക്കാനുണ്ട്. അതോടൊപ്പം പറക്കുംതളിക എന്നുള്ളത് ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ മാത്രമാണ് എന്ന് വിചാരിച്ചെടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം രാജ്യത്തും എന്തു പറയുന്നു, നമ്മുടെ കേരളത്തിൽ പോലും ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. മാർച്ച് 15, 1951 ആദ്യത്തെ സംഭവം നടക്കുന്നത്. അതും ഇത് നടക്കുന്നത് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അവിടെ ന്യൂഡൽഹി ഫ്ലൈയിങ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇത് സാധാരണ കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് മാത്രമായിരുന്നില്ല. അവിടുത്തെ അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് ആകാശത്ത് എന്താണ് നടക്കുന്നത് അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരായിരുന്നു ആ ക്ലബിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ദിവസം ഒരു 10 അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോർജ് ഫ്ലോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിനൊപ്പം ഒരു 25 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് എന്തോ ഒരു ഒബ്ജക്റ്റ്, ഒരു ഏകദേശം ഒരു സിഗരറ്റിന്റെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവരുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു. ഇവരുടെ ടെസ്റ്റിമണി അനുസരിച്ച് ഈ ഒരു ഒബ്ജക്റ്റിന് ഏകദേശം ഒരു 100 അടിയോളം നീളമുണ്ട് എന്നാണ് പറയുന്നത്. അതും ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് പറന്ന് നിൽക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആ കാലഘട്ടത്തെ ഏവിയേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ചിറകൊള്ള ഒരു വിമാനമായിരിക്കണം, എന്നാൽ മാത്രമാണ് ആ ഒരു സംഗതിക്ക് പറക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവർ കാണുന്ന സംഭവം നേരെ തിരിച്ചാണ്. ഇത്തരം ഷേപ്പുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റ് എന്നാണ്. അതായത് പണ്ടത്തെ സിഗരറ്റ് ഇല്ലേ, അതായത് ചുരുട്ട് പോലത്തെ ഒരു സിഗരറ്റ് ഇല്ലേ, അതിനോട് സിമിലർ ഷേപ്പുള്ള പറക്കുംതളികൾ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എയറോഡൈനാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഒരു സംഭവം ഒരിക്കലും പറക്കരുത്. മനുഷ്യർക്ക് അറിയാവുന്ന എയറോഡൈനാമിക്സും ഫിസിക്സും ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ പറപ്പിക്കണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ത്രസ്റ്റ് അടിയിലേക്ക് ഇങ്ങനെ കൊടുക്കണം. 1951 ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്യണമെങ്കിൽ മിനിമം അതിന്റെ മുകളിൽ ഒരു ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ പോലത്തെ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണം. പക്ഷേ ഈ 26 പേർക്കും കാണാൻ കഴിഞ്ഞത് ആ ഒരു സംഭവമല്ല, ജസ്റ്റ് ഒരു സിഗരറ്റ് പോലത്തെ ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ടാണ് ഇവരെല്ലാരും കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശബ്ദം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു കാര്യം ഉറപ്പായി, ഇത് മനുഷ്യരുണ്ടാക്കിയ ഒരു സംഭവമല്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഇവർ നോക്കി നിൽക്കെ ഈ ഒരു സംഭവം ഏകദേശം 2000 km/h വേഗതയിൽ പറന്നു പോകുന്നു. ഇതിപ്പോ എന്നെയോ നിങ്ങളെയോ പോലുള്ള ആൾക്കാരാണ് ഈ ഒരു സംഭവത്തെ വന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പുറത്തു വന്ന് പറയുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് പല പല കാരണങ്ങൾ പറഞ്ഞ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവം കണ്ടിരിക്കുന്നത് വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ആകാശത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മളെക്കാളും വളരെയധികം നല്ല രീതിയിൽ ഗ്രാഹ്യമുള്ള ആൾക്കാരാണ് ശരിക്കും ഈ ഒരു സംഭവത്തെ വിറ്റ്നസ് ചെയ്തത്. ഇനിയിപ്പോ ഇവർ കണ്ട ഒരു സംഭവം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള വെപ്പൺ ആണോ, അങ്ങനത്തെ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏത് രാജ്യത്തിന്റെ ആണെന്ന് പോലും നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല. കാരണം 2026 ഈ ഒരു ദിവസം വരെ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജിനെ പറ്റിയിട്ട് എനിക്ക് കേട്ട് കേൾവിയില്ല. ഇനിയിപ്പോൾ 1-2 ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ട ഒരു കഥ മാത്രമാണ് ഇങ്ങനെ വന്ന് തള്ളുന്നതാണെന്നൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റിന്റെ സോഴ്സസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാന്നുള്ളൂ. ഇനി അടുത്ത സംഭവം സംഭവിക്കുന്നത് ഒക്ടോബർ 1957 ബീഹാറിൽ വെച്ചിട്ടാണ്. ഇത് നടക്കുന്നത് ഒരു ചെറിയ നാട്ടിൻ പ്രദേശത്താണ്. അവിടെ മൈക്ക എന്ന് പറയുന്ന ആ ഒരു സംഭവം മൈൻ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊരു മൈനിങ് ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 800ഓളം ആൾക്കാർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പണി എടുത്തോണ്ടിരുന്ന 800 ആൾക്കാരും എന്തോ ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നതായിട്ട് ഇവരെല്ലാവരും ശ്രദ്ധിച്ചു. ഒരു ജെറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൗണ്ടിനെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്, പക്ഷേ വളരെയധികം ഒരു മുഴക്കമുള്ള ഒരു സബ് വൂഫറിന്റെ ഒരു മുഴക്കമൊക്കെ ഇല്ലേ, ആ ഒരു ലോ ഫ്രീക്വൻസി സൗണ്ട് ആണ് ഇവരെല്ലാവരും ഒരേ സമയത്ത് കേൾക്കുന്നത്. അങ്ങനെ ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവർ അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കി നിൽക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇവർ നേരെ ആകാശത്തേക്ക് നോക്കുന്നത്.
അപ്പോൾ ദാ കിടക്കുന്നു ഒരു ടിപ്പിക്കൽ UFO ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് പറന്നു നിൽക്കുന്നു. ഇവരുടെ ടെസ്റ്റിമണി അനുസരിച്ച് ഒരു സിൽവർ മെറ്റാലിക് വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഏകദേശം 500 അടിയോളം ഉയരത്തിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ടാണ് ഈ 800 പേരും കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ 1-2 ആൾക്കാർ മാത്രമാണ് ഈ ഒരു സംഗതി കണ്ടെങ്കിൽ അത് പിന്നെയും പോട്ടെ നോക്കാം. പക്ഷേ ഇവിടെ കണ്ടിരിക്കുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന 800ഓളം ആൾക്കാരാണ്. സാധാരണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ള UFO ഇൻസിഡൻസിലെല്ലാം എന്തെങ്കിലും ഒരു ഫാൻസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഈ ഒരു സംഭവം ആ ഒരു മൈനിങ് ഏരിയനെ മൊത്തം ഇങ്ങനെ നിരീക്ഷിക്കുന്ന പോലെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ പറന്നു നിന്നു. അതിനുശേഷം ഈ ഒരു സംഭവം അതിന്റെ പാട്ടിന് പോയി. ഇത് കണ്ടു നിന്ന ആൾക്കാരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ ഒരു സംഭവം പറന്നുയർന്നു പോയപ്പോൾ അതിന്റെ താഴെ നിന്ന് ഒരുപാടധികം പുക, ഒരു വെള്ള കളർ പുകയൊക്കെ വന്നു എന്നാണ് ഇവർ പറയുന്നത്. അതായത് അവരുടെ കണ്ണടിച്ച് തുറന്നപ്പോൾ തന്നെ ആ ഒരു സംഭവം അത്രയും വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്ത് പോയി എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ സെർച്ച് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ റീസെന്റ് ആയിട്ട് 2012-13 വെച്ച് ഇന്ത്യൻ മിലിറ്ററിക്ക് ഇതേപോലുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു കളറിന്റെ പാറ്റേൺ ആകാശത്ത് തെളിഞ്ഞു വരുന്നതായിട്ട് ഇവരെല്ലാവരും കാണുന്നു. ഇതൊരു ബോർഡർ ഏരിയ കൊണ്ട് തന്നെ അത് വേറെ എന്തെങ്കിലും ഒരു സർവിലൻസ് എയർക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും എന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ ആ ഒരു സംഭവത്തെ ഒന്ന് വീണ്ടും ഒബ്സർവ് ചെയ്തപ്പോഴാണ് അത് ഒരു മഞ്ഞ കളർ സ്ഫിയർ പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായത്. ഇത് കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് ഇത് ചിലപ്പോൾ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കാം, ഇതൊരു ഡ്രോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നക്ഷത്രമായിരിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇവരുടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ റഡാർ ഡേറ്റ എടുത്ത് നോക്കി, അവിടെയുള്ള ആൾക്കാരേക്ക് വിളിച്ചു ചോദിച്ചു. പക്ഷേ അങ്ങനത്തെ ഒരു എയർക്രാഫ്റ്റ് എയർബോൺ ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഡാറ്റ അവർക്ക് അതുവരെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മീനിങ് വേറെ ഒന്നല്ല, നമ്മൾക്കറിയാൻ പാടില്ലാത്ത റേഡാറിൽ പിടിക്കാത്ത എന്തോ ഒരു ഒബ്ജക്റ്റിനെയാണ് ശരിക്കും അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെയധികം സില്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇവർ അടുത്ത ചെയ്ത സ്റ്റെപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ മതി. ഇവർ നേരെ ഇന്ത്യൻ ആർമീനെ കോണ്ടാക്ട് ചെയ്തിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, റഡാർ ഡേറ്റനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. അതിനുശേഷം Su-30 MKI എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിനെ ഇന്ത്യൻ ആർമി പറപ്പിച്ചു വിടുന്നു. ഇത് ചെയ്തത് വേറൊന്നിനല്ല, ഈ ഒരു ഒബ്ജക്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അടുത്ത് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫൈറ്റർ ജെറ്റ് ഈ പറക്കുന്നടിയുടെ അടുത്തേക്ക് പറന്നെത്തുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് കുറച്ചും കൂടി ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ പൈലറ്റ് പറയുന്നത് ഈ പൈലറ്റിന് ഒരിക്കലും ആ ഒരു ഒബ്ജക്റ്റ് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പൈലറ്റ് എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ഈ എയർക്രാഫ്റ്റ് എത്തിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നുള്ളത് ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഇവരുടെ ശ്രമമൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് ഈ ഒരു പൈലറ്റ് എയർഫോഴ്സ് ബേസിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ മിലിറ്ററിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടും ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഈ ഒരു സംഭവത്തെ നോക്കുന്നു. ഒരു കാര്യം നമ്മൾ വീണ്ടും ആലോചിക്കണം, ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാടധികം ശാസ്ത്രജ്ഞന്മാരാണ്. അങ്ങനെ അവർ ഈ ഒരു സ്ഥലത്ത് വരികയും ഈ ഒരു സംഭവത്തെ ഒരുപാട് നേരം അവർ നിരീക്ഷിച്ചു. പക്ഷേ അത് എന്താണെന്നുള്ളതോ അത് എങ്ങനെയാണോ പറക്കുന്നത്, അത് എന്ത് സാധനമാണ് എന്നുള്ളൊരു കാര്യം അവർക്കും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വർഷത്തെ ഡാറ്റ നമ്മുടെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവമായിട്ട് മാച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് മാത്രമാണ് അവർക്ക് ആ ഒരു ദിവസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത സംഭവം സംഭവിച്ചത് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ വെച്ചിട്ടാണ്. അതായത് കണ്ണൂരിൽ 2013 വെച്ചിട്ടാണ് ഈ ഒരു സംഗതി സംഭവിക്കുന്നത്. ഇന്ത്യൻ ആർമി ഓഫീസർ ആയിട്ടുള്ള മേജർ സെബാസ്റ്റ്യൻ സക്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും കൂടി അവിടുത്തെ ബീച്ചിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിന്റെ ക്യാമറയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തുരുതുര ഫോട്ടോസ് എടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. സംഭവം ഇദ്ദേഹം ഈ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് ആ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോഴേക്ക് ഒരൊറ്റ ഫ്രെയിമിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് അന്ന് അദ്ദേഹം എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. അതും ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആ ഒരു കാലഘട്ടത്ത് വളരെയധികം വൈറലായി പോയ ഒരു കാര്യം കൂടിയാണ്. പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയും കൂടിയാണ് ശരിക്കും.
ഇവിടുത്തെ സംഭവം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരുപാടധികം UFO കേസസ് ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീബങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഇതൊരു ഫേക്ക് കേസ് ആണോ, ഇത് വേറെ എന്തെങ്കിലും കണ്ടിട്ട് അതിന്റെ തെറ്റിദ്ധരിച്ചതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ രണ്ടാമത്തെ കേസ്, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ വെച്ച് കണ്ട ഒരു പറക്കുന്ന കളിയല്ലേ. അപ്പോൾ അതിന് ശാസ്ത്രജ്ഞന്മാർക്ക് തരാൻ കഴിയുന്ന ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ദൂരത്ത് ജൂപ്പിറ്ററിനെയോ വീനസിനെയോ കണ്ടിട്ട് അതിനെ തെറ്റിദ്ധരിച്ചതാവാം എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററും വീനസും വളരെയധികം ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റുകളാണ്. അപ്പോ ആ ഒരു സംഭവത്തെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭൂമി പയ്യെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സംഭവം പയ്യെ നീങ്ങുന്നതായിട്ട് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം അത്യാവശ്യം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു പറക്കുന്തളിയ കേസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ISROയും ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ വേറെ ഒന്നല്ല, ഇത് ചിലപ്പോൾ ചൈനയിൽ നിന്ന് പുറപ്പെടുവിച്ച എന്തെങ്കിലും ഒരു ലാൻഡേൺ ആയിരിക്കും എന്നുള്ളതാണ്. ആനന്ദ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടില്ലേ, അതിന്റെ അവസാനം പറപ്പിച്ച് കളിക്കുന്ന ആ ഒരു ഐറ്റം ഇല്ലേ, അതായിരിക്കും എന്നാണ് ISRO പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഉള്ളത് കൊണ്ടും അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കൊണ്ടും ആ ഒരു സംഭവം ഡീബങ്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ കറന്റ്ലി നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നീട് ഞാൻ അവസാനം പറഞ്ഞ കേസ്, അതായത് നമ്മുടെ ആർമി മേജർ എടുത്ത ആ ഒരു ഫോട്ടോഗ്രാഫ്, അതിന് വേറൊരു കുഴപ്പമുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ 2013 ആ ഒരു കാലഘട്ടത്ത് എഡിറ്റിംഗ് ആപ്പുകളൊക്കെ അധികം ഉണ്ടായിരുന്നു. സംഭവം വേറൊന്നല്ല, നിങ്ങളിപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്ന ആ ഒരു പറക്കുന്തളിയ പോലത്തെ ഒരു സംഭവമല്ലേ, അതേ സംഭവം തന്നെ വേറൊരു എഡിറ്റിംഗ് ആപ്പിന്റെ ടെംപ്ലേറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആൾക്കാർക്ക് മനസ്സിലായി. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ആകാശത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ആപ്പിനകത്ത് കൊണ്ടിടുകയാണെങ്കിൽ ഇതേ ഡിസൈനിലുള്ള ഒരു പറക്കുന്തളിയെ എനിക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ പതിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് മാത്രമല്ല, ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ട് ഈ ഒരു കേസ് അന്നേ ഡീബങ്ക് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം പോലും ഒരാൾ എനിക്ക് ഈ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ശരിക്കും പണ്ടേ ഡീബങ്ക് ചെയ്യപ്പെട്ട ഒരു കേസ് മാത്രമാണ്. പക്ഷേ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ഒരു കേസ് ഇല്ലേ, അതായത് ന്യൂഡൽഹി ഫ്ലൈയിങ് ക്ലബിൽ വെച്ച് കണ്ട ഒരു സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റ് ഉള്ള ഒരു പറക്കുന്നളിയില്ലേ, ആ ഒരു സംഭവം എന്താണെന്നുള്ളതോ അത് എങ്ങനെയാണോ പറക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസോ ഒന്നും തന്നെ നമ്മുടെ കൈവശം ഇപ്പോൾ ഇല്ല. ഇത് ഡീബങ്ക് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഇതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഒരു വെതർ ബലൂൺ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആ കാലത്തെ ഒരു വെതർ ബലൂൺ ഇരിക്കുന്നത് ഏകദേശം ഇതേപോലെയാണ്. പക്ഷെ ഇവർ കണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗാർ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റും കൂടിയാണ്. അപ്പോ അതും ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ചിലപ്പോൾ ഈ ഒരു വെതർ ബലൂൺ കാറ്റും കൊണ്ട് ഇങ്ങനെ സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റിൽ നിൽക്കുന്നതാണോ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, ഇത് കണ്ടിരിക്കുന്നത് വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു വെതർ ബലൂൺ എന്താണ്, ഒരു ഫ്ലൈറ്റ് എന്താണ്, ഒരു ഹെലികോപ്റ്റർ എന്താണ്, അത് എങ്ങനെയാണ് പറക്കുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാരാണ് ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വേറൊരു ഗസ് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്ലബിനെ പറ്റിയിട്ടും ഈ ഒരു സംഭവത്തെ പറ്റി ഇപ്പോഴും ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുന്നില്ലേ, അത് പറയാനുള്ളതിന്റെ കാരണം ആ ഒരു UFO കേസ് മാത്രമാണ്. ഇനിയിപ്പോ ആ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയ കാര്യമാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊന്ന് കമന്റിൽ പറയാൻ ശ്രമിക്കുക. പിന്നീടുള്ളത് നമ്മുടെ ബീഹാറിൽ വെച്ച് നടന്ന ആ ഒരു സംഭവമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത് 8 or 10 പേരല്ല, 800 ആൾക്കാരാണ്. അതും ഈ 800 ആൾക്കാർ ഒരുമിച്ച് ഒരേ സമയത്താണ് ഈ ഒരു സംഭവം 500 അടി ഉയരത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതും ഈ 800 ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒരേ കാര്യം തന്നെയാണ്. അപ്പോ ഇതെന്തായിരിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഊഹം മാത്രമാണ് നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. അതായത് ഇതൊരു മാസ് ഹിസ്റ്റീരിയ ആയിരിക്കും എന്നാണ് ഇതിന് കൊടുക്കാവുന്ന ഒരു ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുള്ളൂ, എങ്ങനെയാണ് 800 ആൾക്കാർക്ക് ഒരുമിച്ച് മാസ് ഹിസ്റ്റീരിയ വരുന്നത്? ഇപ്പൊ അതൊക്കെ എങ്ങനെയാണ് ശരിക്കും ലോജിക്കലി കറക്റ്റ് ആവുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ വെച്ച് ഇതേപോലുള്ള ഒരു പറക്കുന്തളിയുടെ കേസ് നടന്നിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ആ ഒരു പറക്കുന്തളിയെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, അതും ഈ പിള്ളേരെല്ലാവരും ഈ ഒരു സംഭവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടിയായിരുന്നു അത്. അങ്ങനെ ഈ ഒരു പറക്കുന്തളിയെ അവരുടെ കൺമുന്നിൽ നിന്ന് പറന്നു പോയതിനു ശേഷം ഈ പിള്ളേരെ എല്ലാവരും വിളിച്ചിരുത്തി ഓരോരുത്തരായിട്ട് പടം വരയ്ക്കാൻ പറയുന്നു. അവരെന്താണ് കണ്ടത് അതിനെ പറ്റിയിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ പറയുന്നു. ഈ കണ്ടു നിന്ന പിള്ളേരെല്ലാരും വരച്ച ചിത്രം എന്ന് പറയുന്നത് ഒരേ ചിത്രം തന്നെയാണ്.
എന്നാൽ ആ ഒരു കേസിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മാസ് ഹിസ്റ്റീരിയ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോ എന്താണ് ശരിക്കും നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത്? പറക്കത്തളിക എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം മാത്രമായിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരുപാട് പറക്കുന്ന കളികളുടെ വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നല്ലൊരു ടോപ്പിക് ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.